സ്തുതിക്കാം. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നിന്റെ പാർശ്വങ്ങളിൽ ആയിരങ്ങൾ മരിച്ചു വീണേക്കാം, നിന്റെ വലതുവശത്ത് 10,000 എങ്കിലും നിനക്ക് ഒരു അനർത്ഥവും സംഭവിക്കുകയില്ല. നമുക്കറിയാം, നമ്മുടെ ചുറ്റിലൊത്തിരിയേറെ അപകടങ്ങളുണ്ട്. നമ്മളിപ്പോ യാത്ര ചെയ്യുമ്പോൾ ഒത്തിരിയേറെ സംഭവങ്ങളുടെ ഇടയിൽ കൂടിയാണ് നമ്മൾ സുരക്ഷിതരായി മുന്നോട്ട് പോകുന്നത്. പിന്നെ നമ്മളിപ്പോ പോകുന്ന വഴികളിൽ നമ്മുടെ ദേശങ്ങളില് നമ്മുടെ വീടുകൾക്ക് ചുറ്റും ഒത്തിരിയേറെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ട്. പലപ്പോഴും നമുക്ക് അതിൽ നിന്നൊക്കെ സംരക്ഷിക്കപ്പെടാനും പലപ്പോഴും അതിൽ നിന്നും നമുക്ക് മാറി നിൽക്കാനൊക്കെ. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കാര്യം പറഞ്ഞായിരുന്നു, ഒരു മോളുടെ കാര്യം പറഞ്ഞു. അമ്മ ഇന്നിപ്പോ ഒളിവിൽ ജീവിക്കേണ്ടി വരുന്ന അവസ്ഥ. അപ്പോൾ ശരിക്കും പറഞ്ഞാല് ആ ഒരു സാഹചര്യത്തെ ഒഴിവാക്കാം. പക്ഷെ ആ സാഹചര്യത്തിൽ നമുക്ക് ഈശോ പറയുന്നുണ്ടല്ലോ, പാപം ഉണ്ടാകാനുള്ള ഉതപ്പ് നൽകുന്ന ഒരു അവസ്ഥയുണ്ട്. പാപം നമുക്ക് ഒരു പാപം എന്ന് പറയുന്നത് ഒരുപാട് കടമ്പകൾ കഴിഞ്ഞതിന് ശേഷമാണ് പാപമാവുന്നത്. ഇപ്പൊ നമ്മളൊരു വസ്തുമേല് നമ്മള് ആകർഷണം തോന്നി അതിനെ നമുക്ക് സ്വന്തമാക്കണം എന്ന് തോന്നുമ്പോൾ അതെന്താണ്? അത് മറ്റുള്ളവരുടെ വസ്തുവാണത്, ഞാനത് സ്വന്തമാക്കുക എന്ന് ചിന്തിക്കുന്നത് പാപമാണ്. അല്ല, ഇപ്പൊ നമ്മള് ചെടികള് എവിടെയെങ്കിലൊക്കെ പോകുമ്പോ ചെടികൾ എടുക്കാൻ സാധ്യതയുണ്ട്, ആരും നോക്കാത്ത സ്ഥലമൊക്കെ ആണെങ്കിലും. അല്ലെ? പക്ഷെ ഒരു വീടിന്റെ ഉള്ളിൽ നിന്ന് നമ്മള് ചെടി എടുക്കുമ്പോ നമുക്ക് എന്തുണ്ടാവും? നമ്മൾ ചോദിക്കൂ? ചോദിക്കും. ഞാൻ ഏറ്റവും ചെറിയൊരു എക്സാമ്പിളാ പറയണത്. അതായത് നമ്മളുടെ ഉടമസ്ഥതയിലല്ല, മറ്റുള്ളവരുടെ ഉടമസ്ഥതയില. അപ്പൊ അത് നമ്മൾ ചോദിച്ചിട്ട് എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായി മാറും? കട്ടെടുക്കുന്നതായി മാറും. അല്ലേ? കട്ടെടുക്കുന്നതായി മാറും. അപ്പൊ നമ്മള് ചിലപ്പോ അങ്ങനെ അങ്ങനത്തെ ചിന്തയൊന്നും ഇല്ലാതെ നമ്മൾ എടുത്താല് വലുതായാലും ചെറുതായാലും തെറ്റ് തന്നെയാണ്. അല്ലെ? നമ്മുടെ അല്ലാത്ത മറ്റുള്ളവരുടെ വസ്തുക്കൾ മോഹിക്കരുത്. അത് എന്തിൽ പെടുന്നതാണ്? ദൈവകൽപ്പനയിൽ പെടുന്നതാണ്. അല്ലേ? അപ്പൊ അത് ഏറ്റവും ചെറുതായാലും വലുതായാലും അത് പെട്ടത് തന്നെയാണ്. അതിന് നമുക്ക് മാറ്റൊന്നും പറ്റില്ല. പക്ഷെ നമ്മൾ ചോദിച്ച് എടുക്കുമ്പോ നമുക്കൊരു നമുക്കൊന്നിനും ഒരു പ്രശ്നമില്ല, നമുക്കൊരു സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ ചോദിക്കാതെ നമ്മൾ അത് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്നുണ്ട്. അല്ലേ? സമാധാനത്തിന്റെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്നുണ്ട്. അപ്പോ ഇത് വളരെ ചെറിയൊരു കാര്യമാണെങ്കിലും അത് നമുക്ക് ആത്മാവിന്റെ മേലെ ഒരു ബന്ധനം വന്ന് വീഴാനായിട്ട് സാധിക്കും. പിന്നെ നമ്മൾ ചെറുത് നമ്മളങ്ങനെ ഒരു ശീലമോ അങ്ങനത്തെ ഒരു ചിന്തകളൊക്കെ നമുക്കുണ്ടെങ്കിൽ പിന്നെ അങ്ങനെ ആർക്കും അങ്ങനെ ഒരു ചില മനുഷ്യര് ഈ പള്ളിയിൽ നിന്നൊക്കെ ചെരുപ്പെടുത്തുന്നുണ്ട്. അതുപോലെ അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മൾക്ക് തന്നെ നമ്മുടെ സുരക്ഷിതത്വം തന്നെ നശിപ്പിക്കുക. ഇതിന്റെ പാർശ്വങ്ങളിൽ ആയിരങ്ങൾ മരിച്ചു വീഴുക എന്ന് പറഞ്ഞാൽ എന്താ? മരണത്തിലായിരിക്കുക എന്നുള്ളത് തന്നെയാണ് മരണം. പാപത്തിലായിരിക്കുക എന്ന് പറയണത് എന്താണ്? മരിച്ചു വീഴുന്നതിന് തുല്യമാണ്. അല്ലേ? പാപത്തിൽ ജീവിക്കുന്നവൻ എന്നും ഒരു മരണതുല്യമായ ജീവിതമാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷെ ചിലപ്പോ അവൻ മരിച്ചിട്ടുണ്ടാവില്ല, പക്ഷെ ആത്മാവ് ഡെഡ് ആയിട്ടുണ്ടാവും. ആത്മാവ് എന്ന് പറഞ്ഞാൽ ആത്മാവ് പാപത്തിന്റെ മേലുള്ള സ്വാധീനം കാരണം അവന്റെ ഉള്ളിലുള്ള നന്മകൾക്ക് ബ്ലോക്കായി കഴിഞ്ഞാൽ തിന്മകൾക്ക് കയറി വരാനുള്ള സ്വാതന്ത്ര്യമായി. അപ്പൊ എന്താണ്? അവനൊരു അടിമയായി, പാപത്തിന്റെ മേലൊരു അടിമയായി. അപ്പൊ അങ്ങനെ അവന്റെ ആത്മാവ് സംഭവിച്ചു, മരണപ്പെട്ടു. അപ്പോ അങ്ങനെ നമുക്ക് പാർശ്വങ്ങൾ ആയിരങ്ങൾ പാപാവസ്ഥയിലായിരിക്കാം എന്നുകൂടി നമുക്ക് വേണമെങ്കിൽ ആ വചനത്തെ ചിന്തിക്കാം. വലതുവശത്ത് 10,000 എങ്കിലും നിനക്കൊരു അനർത്ഥവും സംഭവിക്കുകയില്ല. കാരണം എന്താണ്? നമ്മളുടെ ചിന്ത എല്ലാ കാര്യത്തിലും ഒരു ദൈവിക ചിന്ത നമ്മളെ വലയം ചെയ്യുന്നത് കൊണ്ട്, ന്യായവും നമ്മുടെ യുക്തിയും മനസാക്ഷിയും നമ്മളെ സഹായിക്കുന്നത് കൊണ്ടും ഒക്കെ നമുക്ക് പാപത്തിൽ നിന്നും മാറി ചിന്തിക്കാനും പ്രവർത്തിക്കുവാനും സാധിക്കും. ഇപ്പോ
നമ്മളിപ്പോ നമ്മുടേതല്ലാത്തൊരു വസ്തു വഴി കിടക്കുന്നത് കണ്ടാൽ തന്നെ നമ്മള് എന്ത് ചെയ്യും? നമ്മുടേതല്ലല്ലോ അല്ലെ? വിലപിടിപ്പുള്ളതാണെങ്കിൽ നമ്മള് എന്താണ് നമ്മളത് എത്തിക്കേണ്ടടുത്ത് എത്തിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോ ആ വസ്തു നമുക്ക് അത് വലിയൊരു വേദനയ്ക്ക് കാരണമാകാം അല്ലെ? ചിലപ്പോ ആ വസ്തുവിനെ കുറിച്ച് ദുഃഖിക്കുന്ന വലിയ ഒരു ദുഃഖഭാരവുമായി ജീവിക്കുന്ന ആരെങ്കിലും ഉണ്ടാകും അല്ലേ? ഇപ്പൊ നമ്മുടെ കയ്യിൽ നിന്ന് ഒരു സാധനം നഷ്ടപ്പെട്ടു പോയാൽ നമുക്ക് അതിനെ കുറിച്ച് വിഷമം ഉണ്ടാവില്ലേ? അതുപോലെ അതിന്റെ ഉടമസ്ഥന് ഇരുന്ന് വിഷമിക്കും. അപ്പൊ ആ വിഷമിക്കുന്ന കാരണമുള്ള ആ വസ്തു എന്റെ കയ്യിൽ ഇരിക്കുന്നത്രയും കാലം ആ വിഷമം എന്റെ ജീവിതത്തിനെ സ്വാധീനിക്കും അല്ലേ? സ്വാധീനിക്കും. നമുക്കൊരു സ്വസ്ഥതയോ സമാധാനം ഉണ്ടാവണമെന്നില്ല. പക്ഷെ നമുക്ക് എന്തോ കളഞ്ഞു കിട്ടി എന്നുള്ളൊരു ധാരണ. എനിക്ക് പണ്ട് എന്റെ ചേട്ടന് ഇങ്ങനെ വഴിയിൽ നിന്ന് ഒരു പാൽസരം കിട്ടി. പാൽസരം വലിയൊരു പാൽസരമാണ്. അത് എങ്ങനെ കിട്ടിയെന്ന് നമുക്കറിയില്ല. ചേട്ടൻ വീട്ടിൽ വന്നപ്പോ അപ്പോ വലിയ നല്ല വണ്ണവും നല്ല വെയിറ്റും ഒക്കെയുള്ള പാൽസരം. അപ്പൊ ഒരെണ്ണം കിട്ടിയത്. അത് കൊണ്ടുവന്നപ്പോ വീട്ടിലെ അമ്മ പറഞ്ഞു എന്നാ അവക്കൊരു പാൽസരം വാങ്ങിക്കാം, അത് കൊടുത്തിട്ട് വേറെ പാൽസരം. ഇപ്പൊ ആരുടെ എന്താണെന്നറിയില്ല, എവിടെന്നാ കിട്ടിയെന്നൊന്നും അറിയില്ല. അപ്പൊ ചേട്ടൻ ഇങ്ങനെ കൊണ്ടുവന്നപ്പോ ഇങ്ങനെ വാങ്ങിച്ചു. പക്ഷെ എനിക്ക് പാൽസരം വാങ്ങിച്ചിട്ട് അത് ഒരു കുറച്ച് ദിവസം ഇടും, അതങ്ങോട്ട് പോയി, ഒരെണ്ണം പോയി. അത് ഇപ്പോഴാണ് ഞാൻ ആലോചിക്കണത് അതിന്റെ ഒരു കാര്യം, അതിന്റെ ഒരു റൂട്ട്. അത് കൊടുത്തു കഴിഞ്ഞാൽ 2 പാൽസരം കിട്ടി. കാരണം അത്രയും വെയിറ്റ് ഉള്ളതായിരുന്നു, ഇത്രയും വലുതുമായിരുന്നു. ആ പാൽസരം എനിക്ക് വഴി കിടന്ന് വെറുതെ കിട്ടിയതാണ്. പക്ഷെ അത് വാങ്ങിച്ചിട്ട് എന്റെ കാലയില് പാദസരം അമ്മ വാങ്ങിച്ചിട്ട് തന്നു കഴിഞ്ഞപ്പോഴേക്കും അത് ഇട്ടന്ന് തുടങ്ങി എനിക്ക് അമ്മയുടെ അടുത്തുനിന്ന് കൂടുതൽ വഴക്കേക്കാൻ തുടങ്ങി. എന്താണ് ഏതാണെന്ന് നമുക്കറിയില്ല. എന്നിട്ട് അവസാനം ഈ സംഭവം ഒരെണ്ണം എന്റെ കാലിൽ നിന്ന് അഴിഞ്ഞു പോവുകയും ചെയ്തു. ഞാൻ പേടിച്ച് ഞാൻ വഴിയിലൊക്കെ നോക്കിയിട്ട് കിട്ടിയില്ല. ഞാൻ എന്റെ അമ്മയോട് പറഞ്ഞപ്പോ അതിനും നല്ല കീറ് കിട്ടി, സൂക്ഷിക്കാണ്ടാണെന്ന്. അത് കഴിഞ്ഞിട്ടും എന്താണ് പിന്നെയും ആ ഒരെണ്ണം കൊടുത്തിട്ട് പിന്നെയും വേറൊരെണ്ണം കൂടി വാങ്ങിച്ചു, അതും പോയി. മനസ്സിലായോ ഇതിന്റെ റൂട്ട്? വളരെ അതെ, അതായത് നമുക്ക് കളഞ്ഞു കിട്ടുന്നു എന്ന് വിചാരിച്ച് നമുക്ക് നമ്മൾക്കത് നമ്മളുടെ സ്വസ്ഥതയും അത് ഞാനിപ്പോ ആദ്യം വാങ്ങിച്ചത് പോയല്ലോ. അപ്പൊ രണ്ടാമത്തതും വാങ്ങിച്ച് തന്നു കഴിഞ്ഞിട്ട് ഞാൻ വളരെ അത് അധികം ഇട്ടിട്ടേ ഇല്ല. അത് രണ്ടാമത്തെ വാങ്ങിച്ചു തന്നിട്ട് പെട്ടെന്ന് പോയി എന്റെ കയ്യിൽ നിന്ന്. അപ്പൊ എനിക്ക് അന്നൊന്നും ഇത്ര ചിന്തിച്ചും ഇതൊന്നുമില്ല. പക്ഷെ ഞാൻ എന്ത് ചെയ്തെന്നറിയോ? ഈ രണ്ടാമത്തത് വാങ്ങിച്ചിട്ട് അധികം ഉപയോഗിച്ചിട്ടില്ല. അപ്പൊ ഞാനെടുത്ത് സൂക്ഷിച്ചു വെച്ചെന്നും പറഞ്ഞല്ലോ ഇതില്, ഞാനെടുത്ത് സൂക്ഷിച്ചു വെച്ചേക്കണേ. എവിടെ ഒരെണ്ണം പോയി. ഞാൻ പറയും എനിക്കത് ഇപ്പൊ ഇടണ്ട, എനിക്ക് ഇഷ്ടമല്ല, ഒച്ചയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നടക്കുമ്പോ ഒച്ച ഉണ്ടാവും, അതുകൊണ്ട് അത് എടുത്ത് ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ എന്തോ ഒരു ദിവസം ഒരു ഫംഗ്ഷന് പോകാൻ വേണ്ടി എന്നപ്പോഴേക്കും എന്നോട് പറഞ്ഞു അത് നീ വേഗം എടുത്തിടുന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ഞാൻ ഇട്ടോളാം എന്ന് പറഞ്ഞു അവസാനം കള്ളി വെളിച്ചത്തായി കഴിഞ്ഞപ്പോഴേക്കും അതിന് നല്ല ഈറ് കിട്ടി. ഇത്രയും ദിവസം വരെ നോമ്പും പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞു നിർത്തിയതിന്. അപ്പൊ ശരിക്കും പറഞ്ഞ ഞാനൊരു കാര്യം ഇപ്പൊ എന്റെ മനസ്സിലേക്ക് വന്നൊരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് എങ്ങനെ വന്നാലും, കാരണം ഈ ആദ്യം കിട്ടിയ ആ വസ്തുവിന്റെ ഉടമസ്ഥൻ ചിലപ്പോ അതിന്റെ മേലൊരു വിഷമം ഉണ്ടാവും. ആ വിഷമമാണ് നമ്മളത് ആഘോഷിച്ച് നമ്മൾ ഉപയോഗിച്ചത്. പക്ഷെ ആ വിഷമം നമ്മുടെ ജീവിതത്തിൽ വലിയൊരു വിഷമമായി മാറാൻ ആവശ്യമില്ലാത്ത വിഷമങ്ങളൊന്നും നമ്മളിങ്ങനെ തലയിലിടും മറ്റുള്ളവരുടെ. അതുകൊണ്ടാണ് അന്യയുടെ വസ്തുവിൽ നമ്മള് ആഗ്രഹം ഉണ്ടാവരുത്. കാരണം അത് കളഞ്ഞു പോയതാണെങ്കിൽ കിട്ടിയേ കൊടുക്കുക. കൊടുക്കാൻ സാഹചര്യം ഇല്ലെങ്കിൽ എന്താ അതിന് എന്തെങ്കിലും പ്രതിവിധി ചെയ്യുക, ഉചിതമായ രീതി. നമ്മൾ സ്വന്തമാക്കാതിരിക്കാൻ ശ്രമിക്കുക പരമാവധി. സ്വന്തമായി. പക്ഷെ ഇന്നത്തെ കാലത്ത് ആരെങ്കിലും അങ്ങനെ ചെയ്യൂ? എല്ലാവരും കിട്ടുന്നത് എന്താണെങ്കിലും നമ്മൾ സ്വന്തമാക്കാൻ നോക്കുന്ന ഒരു പ്രവണത വളരെ കൂടുതലാണ്. അപ്പം എന്താന്ന് വെച്ചാൽ നമുക്ക് ഈ പാപം ഏതെല്ലാം തരത്തിൽ നമ്മളെ സ്വാധീനിക്കണം എന്ന് ആഗ്രഹിച്ചു നിൽക്കുകയാണ്.
അപ്പോ നമ്മുടെ ചുറ്റും ഈ ഒരു ദുഷ്ടതയുടെ അരൂപിയാണ് ജീവിക്കുന്നത്. അപ്പൊ നമുക്ക് വിഷമങ്ങളും വേദനകളും നിന്ദനങ്ങളും അപമാനങ്ങളൊക്കെ കേൾക്കാൻ ചിലപ്പോ നമ്മൾ പാവത്തെ വെറുതെ ഉപേക്ഷിച്ച് വളരെ മനസാക്ഷിക്കനുസരിച്ച് നീതിയിലൊക്കെ ജീവിക്കുക. അപ്പൊ പിശാച് വേറെ റൂട്ട് അന്വേഷിച്ച് നമ്മുടെ ജീവിതത്തിൽ സ്വാധീനിക്കാനായിട്ട് ഇടയാവും. അപ്പോ ഇതിന്റെ പാർശ്വങ്ങൾ ആയിരങ്ങൾ മരിച്ചു വീണേക്കാം, എങ്കിലും നിനക്കൊരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് പറയുന്നതിന്റെ കാര്യം നമ്മുടെ മനസാക്ഷിക്കനുസരിച്ച് നമ്മുടെ മനസ്സ് മനസാ വാച കർമ്മണ എന്ന് പറഞ്ഞ പോലെ ഒന്നും അറിഞ്ഞുകൊണ്ട് ചെയ്യാത്തൊരു പാപമേഖലകളാണെങ്കിൽ അതിന്റെ ഒരു ദൈവികമായ സഹായം നമ്മുടെ കൂടെ ഉണ്ടാവും. പക്ഷെ നമ്മൾ മനഃപൂർവ്വം ചെയ്യുന്നതാണെങ്കിലോ അത് നമുക്ക് ഭീകരമായ വിഷമങ്ങൾ നമ്മളെ നിരന്തരം ഫോളോ ചെയ്യും. ഇപ്പൊ നമ്മള് ചേട്ടന് അങ്ങനെ ഒരെണ്ണം കിട്ടി അതങ്ങനെ ചെയ്തു വെച്ചാൽ വലിയ മാരകമായ പാപമില്ല, വഴിക്കിടന്നില്ലല്ലോ. പക്ഷെ അതൊന്നും അങ്ങനെ ചിന്തിക്കും. പക്ഷെ അത് എന്റെ ജീവിതത്തിൽ എനിക്ക് ഇന്ന് ഞാൻ വിഷമിച്ച് ഓർക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് കാരണം അത്രയും നല്ല വണ്ടി വെച്ച് തന്നിട്ടുണ്ട് എനിക്ക്. 2 പ്രാവശ്യം കളഞ്ഞു എന്ന് പറഞ്ഞു. കാരണം അന്നേരം ഈ കുറേശ്ശെ കാശ് കൊടുത്ത് വാങ്ങിക്കുന്ന കാര്യം. അപ്പൊ അത് അന്നേരം അങ്ങനെ കളയാൻ പാടില്ല. കാരണം എനിക്കതിനൊരു ഇഷ്ടമൊന്നുമില്ല. പക്ഷെ പിള്ളേരൊക്കെ അങ്ങനെ ഇട്ട് നടക്കുമ്പോ എന്റെ മോക്കും അത് വാങ്ങിച്ചു കൊടുക്കണമെന്ന് അങ്ങനെ തോന്നി അമ്മ അങ്ങനെ വാങ്ങിച്ചു തന്നാണ്. പക്ഷെ നമുക്കത് ഉചിതമല്ലാത്ത വസ്തുവായിരുന്നു. അപ്പം ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയാൻ ഒത്തിരി കാര്യങ്ങളുണ്ട് ഈ വചനവുമായിട്ട്. പാർശ്വങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ചുറ്റും പല രോഗങ്ങളുടെ ഭീകരതയില്, വലിയ അപകടങ്ങളുടെ ഭീകരതയില്, വലിയ ഒരു സംരക്ഷണവും ഇല്ലാതെ ജീവിക്കുന്ന ഒത്തിരി പെൺകുട്ടികളുണ്ട്, ആൺകുട്ടികളുണ്ട്, കുടുംബ ബന്ധങ്ങളുണ്ട്, നശിഞ്ഞു പോകുന്ന ശിഥിലീകരിക്കുന്ന ദാമ്പത്യ ജീവിതങ്ങൾ. ഇതിന്റെ ഇടയിലാണ് നമ്മൾ കുറച്ചെങ്കിലും സേഫായിട്ട് ജീവിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ കഴിവുകൊണ്ടല്ല, നമ്മുടെ ദൈവം നമ്മളോട് കുറച്ചുകൂടി കരുണ കാണിക്കുന്നുണ്ട്. മാത്രമല്ല നമ്മുടെ ഹൃദയം പരിശോധിച്ച് നോക്കുന്ന കർത്താവിന് നമ്മളെ അങ്ങനെ വിട്ടുകളയാൻ പറ്റില്ല എന്നുള്ള ഒരു ചിന്ത ദൈവം കാണുന്നുണ്ട്. കാരണം നമ്മുടെ ഹൃദയവും അല്ലാത്ത ഹൃദയങ്ങളും എല്ലാ ഹൃദയങ്ങളും കർത്താവ് വ്യക്തമായിട്ട് അറിയാം. നമ്മൾ അറിഞ്ഞുകൊണ്ട് വിളിച്ചാലും ഇല്ലെങ്കിലും നമ്മുടെ ആത്മാവിൽ ഉള്ള ആ സത്യസന്ധത ഒരിക്കലും നമ്മളെ ദുഷ്ടന്റെ കയ്യിലേക്ക് തള്ളിയിടാനായിട്ട് ഒരിക്കലും ഇടയാക്കില്ല. അതുകൊണ്ട് അതാണ് അത്യുന്നതന്റെ കൂടാരത്തിൽ വസിക്കുന്നവനും സർവശക്തന്റെ തണലിന്റെ കൈ. ഈ വചനമാണ് എല്ലാ വചനത്തിന്റെയും നട്ടല്. അതെ, ആധാരം. മറിയത്തിന്റെ സ്തോത്രഗീതം വായിക്കാം. മോളി ജോർജ് വായിക്കാം. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 46 മുതൽ 55 വരെയുള്ള തിരുവചനങ്ങൾ. പരിശുദ്ധ അമ്മയുടെ സ്തോത്രഗീതം. മറിയം പറഞ്ഞു, എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. അവിടുന്ന് തന്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു. ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു. എളിയവരെ ഉയർത്തി. വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി. സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു. തന്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തന്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. നമ്മുടെ പിതാക്കന്മാരായ അബ്രാഹത്തോടും അവന്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ച് തന്നെ. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായ്ക്ക് സ്തുതി. ദൈവവചനമാണ് നാം കേട്ടത്. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. പരിശുദ്ധാമ്മ പറയാണ്, മറിയം പറഞ്ഞു, എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. മറിയം പറയുന്നത് പോലെ നമുക്ക് പറയാൻ സാധിക്കുന്നില്ലെങ്കിലും നമുക്ക് ആ ഒരു ചിന്തയിലേക്കും വിചാരത്തിലും കൂടിയും ജീവിക്കാൻ സാധിക്കും, അല്ലേ? പറ്റോ? നമുക്ക് മറിയം പറയുന്നത് പോലെ നമുക്ക് പൂർണ്ണമായി നമുക്ക് പറയാനുള്ള കഴിവില്ല, കൃപയില്ല, യോഗ്യതയില്ല, ഒന്നുമില്ല. നമ്മള് അമ്മയോട് ചേർന്ന് നിന്ന് അമ്മയിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും നിസ്സാരമായ ആ ഒരു അനുഗ്രഹം കൊണ്ടാണ് നമ്മൾ ഇന്നുവരെ ബലം പ്രാപിച്ച് മുന്നോട്ട് പോകുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ എന്താണ് ചില ജീവിതങ്ങളിലെ പുണ്യ സുഹൃതങ്ങളുടെ അനുഗ്രഹത്താൽ പല കുടുംബങ്ങള് നാമാവിശേഷമാകാതെ നിലനിൽക്കുന്നുണ്ട്. ദേശങ്ങൾ നിലനിൽക്കുന്നുണ്ട്. കുടുംബങ്ങള്, സഭ, അല്ലെ? നമ്മൾ ഓർക്കണം, ഈ
ക്രിസ്തീയ സമൂഹത്തിന് ഇത്രമാത്രം ശക്തി എന്താണെന്ന് ചോദിച്ചാൽ പെട്ടെന്ന് നമ്മൾ നോക്കുമ്പോൾ എന്ത് ശക്തി, ഒന്നുമില്ല. എല്ലാം തമ്മിൽ തല്ലും വഴക്ക് ഇടലും ദൈവഭയമില്ലാത്ത അനുസരണയില്ലാത്ത മനുഷ്യരാണ്. പക്ഷെ നമ്മൾ ഓർക്കണം, നമുക്ക് മുമ്പേ പോയ വലിയൊരു സമൂഹം നമുക്ക് വേണ്ടി എപ്പോഴും മധ്യസ്ഥത വഹിക്കുന്നുണ്ട്. ഞാന് ഇറ്റലിയില് വളരെ ഭീകരമായ അവസ്ഥയിൽ കൊറോണ ബാധിച്ച് ഉള്ള സമയത്ത് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചത് ഇങ്ങനെയാണ്: കർത്താവെ, ഇറ്റലിയിൽ ഒത്തിരി വിശുദ്ധരുണ്ടല്ലോ, ആ വിശുദ്ധരുടെ വിശുദ്ധ ജീവിതത്തിന്റെ പുണ്യയോഗ്യതയുടെ സുഹൃതങ്ങളുടെ കലവറകൾ തുറന്ന് ഈ സമയങ്ങള് ഈ കൊറോണ ബാധിച്ചിരിക്കുന്ന ഈ ദുരന്ത മുഖങ്ങളിൽ നിന്നും അവരുടെ പുണ്യ സുഹൃതങ്ങളുടെ യോഗ്യതയുടെ ഭണ്ഡാരത്തിൽ നിന്നും ആ ദേശത്തെ സഹായിക്കണമേ എന്നിങ്ങനെ പ്രാർത്ഥിച്ചായിരുന്നു. അപ്പൊ ശരിക്കും പറഞ്ഞ ഇന്ന് കുറെ വർഷങ്ങളായിട്ട് ഇറ്റലി, യൂറോപ്യൻ കൺട്രീസില് ഇറ്റലിയിലെ കുറെ വിശുദ്ധരുണ്ട്. പക്ഷെ ഇന്ന് ദേവാലയങ്ങളിലേക്ക് നോക്കുമ്പോ വളരെ ശോചനീയം. അവിടുത്തെ ജനങ്ങൾ പറയണത്, ഇവിടുന്ന് മലയാളികൾ പോയിട്ട് അവിടെ ഇവര് പറയണതിന്റെ കാര്യം എന്താണ്, പള്ളികളിൽ നമ്മുടെ ഇവിടെയൊക്കെ പെരുന്നാളൊക്കെ വരുമ്പോൾ പള്ളിയും പള്ളിമുറ്റവും ഒക്കെ നിറച്ച ആൾക്കാരാണ്. പക്ഷെ അവിടെ പെരുന്നാള് പോയിട്ട് ഒന്നുമില്ല. മാത്രമല്ല കുർബാനയില് പങ്കെടുക്കാൻ വന്നവരെ എന്തോ ഒരു അവഹേളന പാത്രം പോലെയാണ് ജനം കാണുന്നത്. വളരെ വൃദ്ധരായ മനുഷ്യരാണ് പള്ളിയിൽ വരുന്നത്. വളരെ വലിയ കൊട്ടാരം പോലത്തെ പള്ളികളാണ്. പക്ഷെ ഈശോയെ കാണാൻ വരുന്ന ആളുകള് വിരലിൽ എണ്ണാൻ പറ്റുന്ന തരത്തിലേക്ക് വളരെ ശുഷ്കമായി മാറി അല്ലെ. ഞാനിങ്ങനെ ഇടയ്ക്കൊക്കെ ആലോചിക്കാറുണ്ട്, പള്ളി പണിയാലും കാര്യങ്ങളൊക്കെ തകൃതിയായി കഴിയുമ്പോഴേക്കും നമ്മുടെ എറണാകുളത്ത് തന്നെ ഒരു പള്ളി, വലിയൊരു പള്ളിയാണ്, പള്ളിയുടെ പേരൊന്നും പറയണില്ല, പക്ഷെ കുറെ നാള് കേസും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇപ്പൊ അത് സോൾവ് ആയി, പള്ളി എല്ലാം ഓപ്പൺ ആയി, എല്ലാം ക്ലിയർ ആയി. പക്ഷെ ഒത്തിരി ആ ഇടവകയിലെ മെയിനായിട്ട് നിന്ന കാര്യങ്ങൾക്കൊക്കെ മെയിനായിട്ട് നിന്നൊരു കുടുംബം ഉണ്ടായിരുന്നു. അതിലെ ഒരു ചേച്ചി എനിക്ക് പരിചയമുണ്ടായിരുന്നു. അത് എപ്പോഴും പ്രാർത്ഥിക്കുന്ന കാര്യമൊക്കെ പറയുമായിരുന്നു. പ്രശ്നം ഭയങ്കര കേസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പം ഈ വലിയ വലിയ പള്ളികൾ പണിയുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഈശോയ്ക്ക് അവിടെ നമ്മളെ സഹായിക്കാൻ പറ്റാത്ത വിധത്തിൽ ഒരു ബന്ധനത്തിലാക്കി കളയരുത് അല്ലെ. ഈശോയ്ക്ക് എല്ലാ ബന്ധനം അഴിച്ചു മാറ്റാൻ പറ്റും. നമ്മുടെ ഹൃദയത്തിന്റെ കഠിനതയുടെ മേഖലകളില് ഒരു ദൈവവിചാരം ഇല്ലാതെ വരുമ്പോ കാഠിന്യം കൂടും അല്ലെ. ഇപ്പൊ ശരിക്കും പറഞ്ഞ നമ്മുടെ എടപ്പള്ളി പള്ളി വലിയ പള്ളിയാണ്, ഏഷ്യയിലെ ഏറ്റവും വലിയ പള്ളിയാണ്. പക്ഷെ ഇന്നും പുണ്യാളൻ പഴയ പള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. പഴയ പള്ളിയിൽ തന്നെയാണ് പുണ്യാളൻ ഇരിക്കുന്നത്. അവിടെ നിന്ന് ആ ഒരു രൂപത്തെ അനക്കാൻ പോലും പറ്റാത്ത വിധത്തില് അവിടെ നിലനിൽക്കുകയാണ്. ഇന്നും എന്തെല്ലാം കേസുകളാണ്, ഓരോ കാര്യങ്ങളും വളരെ മോശമായ കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത്. ഞാൻ ശരിക്കും ഒരു പ്രാവശ്യം അവിടെ ഒരു 5-6 വർഷത്തിന് മുമ്പ് അവിടെ പോയപ്പോഴേക്കും ഭയങ്കര എന്നുവെച്ചാൽ അവിടെ ഒരു ചെറിയൊരു സ്ക്വയർ ഫീറ്റിന് തന്നെ ലക്ഷക്കണക്കിന് രൂപയാണ് പള്ളി പെരുന്നാളിന്റെ പേരിന് സ്റ്റോളിന് തന്നെ വാങ്ങിക്കുന്നത്. അപ്പോ അത്രയും വരുമാനം വന്ന് കുമിഞ്ഞു കൂടുന്ന ഒരു ദേവാലയമാണ്. പക്ഷെ ശരിക്കും പറഞ്ഞ എന്തിനാ വേണ്ടിയാണ് ദേവാലയമുറ്റം, ദേവാലയത്തിന്റെ വിശുദ്ധമായ വസ്തുക്കളൊക്കെ എന്തിനാന്ന് വെച്ചാൽ ദൈവത്തെ ആരാധിക്കാന് അല്ലേ. ദൈവത്തെ അല്ലാതെ വേറെ എന്തെങ്കിലും ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ദേവാലയം ഒരു വിഗ്രഹമായി മാറും. മനുഷ്യരുടെ വിശ്വാസികളുടെ മുമ്പിൽ എന്നാ എത്രയോ ലക്ഷക്കണക്കിന്. അത് കഴിഞ്ഞ് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് സംഭവിച്ചതെന്നൊന്നും ഞാൻ പറയുന്നില്ല. കാരണം നമ്മളങ്ങനെ നമ്മുടെ ഉള്ളിൽ നമ്മൾ ഒരു ചിന്തകൾ വന്ന് അങ്ങനെ പ്രാർത്ഥിക്കുമ്പോ അതിനുള്ള ഉത്തരം തരുന്നതായിട്ട് എനിക്ക് തോന്നി. ഒരു വർഷം കഴിഞ്ഞപ്പോ അവിടുത്തെ ദേവാലയത്തില് ഒരു കൊച്ചു പോലും പോകാൻ പറ്റാത്ത രീതിയിൽ കൊറോണ വന്ന് അടച്ചു പൂട്ടിയിട്ടു. അവിടെ ഒരനക്കവും ആവിയില്ല. അതില് 3 വർഷത്തോളത്തെ ഒരു പരിപാടി ഇല്ലാതെ. പിന്നെ ഇപ്പൊ പഴയ പോലെ തന്നെ ആയി. എങ്കിലും കേസും വക്കാണവും ഇപ്പൊ പള്ളി തന്നെ പല കാര്യങ്ങളും വിവാദ വിഷയങ്ങളും
പിന്നെ പള്ളി തന്നെ വേറെ ആൾക്ക് കൊടുക്കാൻ പോണെന്നൊക്കെ പറയുന്നു കുറെ വാർത്തയും കേൾക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ നമ്മൾക്ക് ദൈവം എന്ന സത്യം അല്ലാതെ മറ്റെന്തിലെങ്കിലേക്ക് നമ്മളെ ഹൃദയം ഫോക്കസ് ആയിക്കഴിഞ്ഞാല് അതെല്ലാം നമുക്കെതിരെ തന്നെ. പാമ്പിനെ നമ്മള് വളർത്തും, പക്ഷെ എന്ത് പറ്റും, പാമ്പ് ഒരു സമയമാകുമ്പോ അതിന്റെ സ്വഭാവം ഒരു അത് തിരിച്ചു കുത്തും. അത് ഉറപ്പായിട്ടുള്ള കാര്യവും അല്ലേ? ഏതിപ്പം ഇപ്പം കേരളത്തിലെ സുരേഷോ ആ മനുഷ്യൻ എന്തോരം കൊത്തി ശരീരം മൊത്തം വിഷമാണ് മനുഷ്യന്റെ. അപ്പം എന്താന്ന് വെച്ചാ ഇതവർക്ക് അതൊരു ഹരം. അയാള് മനുഷ്യൻ നല്ലൊരു മനുഷ്യനാണ്, പക്ഷെ നമ്മള് എന്തിനെ സ്വാധീനിക്കുന്നത്? നിന്റെ ഹൃദയം എവിടെയാണോ അവിടെയാണ് നിന്റെ നിക്ഷേപം എന്ന് പറഞ്ഞ പോലെ. അപ്പോ നമ്മളുടെ ഹൃദയം, പരിശുദ്ധമ്മയുടെ ഹൃദയം ദൈവത്തെ അല്ലാതെ വേറെ ഒന്നിലേക്കും നോക്കുന്നില്ല. ദൈവത്തിലേക്കല്ലാതെ മറ്റൊന്നിലേക്കും നോക്കുന്നില്ല. അങ്ങനെ വരുമ്പോ ശരിക്കും പറഞ്ഞാ എല്ലാം നോക്കുന്ന ദൈവത്തിലേക്ക് നോക്കിയാല് നമുക്ക് എല്ലാം സ്വസ്ഥവും സമാധാനപരമായി മാറും. ഈ ലോകത്തിന്റെ എല്ലാ അണുവും എല്ലാ ജീവികളും, മനുഷ്യന്റെ കാര്യം നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷെ ഈ പ്രപഞ്ചത്തിലെ സർവ്വതും ദൈവം ജീവൻ കൊടുത്തിരിക്കുന്ന സർവ്വതും എന്തിലേക്കാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്? ദൈവത്തിലേക്കാണ്. ആ ദൈവത്തിലേക്ക് ഹൃദയം ഉറപ്പിച്ച് നിൽക്കുന്ന ഒരു വ്യക്തിയെ ശാസന എങ്ങനെ തള്ളി മാറ്റാൻ പറ്റും? ഇന്ന് സങ്കീർത്തനം വായിച്ചപ്പോ ഒരു വചനഭാഗന്റെ സങ്കീർത്തനം 71 തോന്നുന്നു, ഒരു വചനഭാഗന്റെ മനസ്സിലിങ്ങനെ തിടഞ്ഞായിരുന്നു. ദൈവമേ, അങ്ങയുടെ ശക്തി നീതിയും ആകാശത്തോളം എത്തുന്നു. ദൈവമേ, വൻകാര്യങ്ങൾ ചെയ്തിരിക്കുന്ന അങ്ങേക്ക് തുല്യനായ ആരുണ്ട്? 71 അധ്യായത്തിലാണ്. ഞാൻ ഇപ്പൊ പെട്ടെന്ന് ഓർക്കില്ല, പക്ഷെ 19 അങ്ങയുടെ ശക്തി നീതിയും ആകാശത്തോളം എത്തുന്നു. ദൈവമേ, വൻകാര്യങ്ങൾ ചെയ്തിരിക്കുന്ന അങ്ങേക്ക് തുല്യനായ ആരുണ്ട്? ആ വചനങ്ങൾ അതെ. എന്താണ് ആ 71 വചനം മുഴുവനും ഒരു ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു പ്രാർത്ഥനയും പ്രകീർത്തനവും. ഞാൻ അങ്ങയെ പ്രകീർത്തിക്കുമ്പോൾ എന്റെ അധരങ്ങളും അങ്ങ് രക്ഷിച്ച എന്റെ ആത്മാവും ആനന്ദം കൊണ്ട് ആർത്ത് വിളിക്കും. അതായത് ഒരുപാട്, ഹൃദയത്തില് ആ ഒരു സ്വർഗരാജ്യത്തെ വാങ്ങിക്കുന്ന ഒരു വയലിനെ വാങ്ങിക്കുന്ന ഒരു വചനം കർത്താവ് പറയുന്നുണ്ട്. രത്നവ്യാപാരികളെ കുറിച്ച് ഇത് എല്ലാം ഉപേക്ഷിച്ചിട്ട് അവസാനം ആ വയല് അന്വേഷിച്ച് വാങ്ങിക്കുന്ന, എത്ര രൂപ തന്റെ കയ്യിലിരിക്കുന്ന സർവ്വസമ്പത്തും കൊടുത്തിട്ട് ആ വയല് സ്വന്തമാക്കും. ഏത് വയലാന്ന് വെച്ചാല് ദൈവമാകുന്ന വയല്, ദൈവത്തിന്റെ സ്വന്തമാവുന്ന വയല്. അപ്പൊ ഇതില് നമ്മള് ഇതിലേക്ക് എത്തുക എന്ന് പറഞ്ഞ, ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോ നമുക്ക് നാട്ടുകാരും വീട്ടുകാരൊക്കെ പറയും ഭ്രാന്താണ്, വട്ടാണ് എന്നൊക്കെ പറയും. കഴിഞ്ഞ ദിവസം എന്നോട് ഒരു സാർ എന്നോട് ചോദിച്ചു, ഈ പാട്ടൊക്കെ ഇപ്പൊ കുറച്ചായിട്ട് ചെയ്യുന്നില്ലല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു ഇപ്പൊ ഇത്തിരി ടൈറ്റ് ആണ്. അപ്പൊ ഇത്രയും നാൾ എങ്ങനെ ചെയ്തത് വർക്കൊക്കെ? അപ്പൊ ഞാൻ പറഞ്ഞു ഇതൊക്കെ ഞാൻ എന്റെ കാശ് കൊണ്ട് തന്നെ, എനിക്ക് കൊയറിന്റെ കാശൊക്കെ കിട്ടുമ്പോൾ ഞാൻ കൂട്ടി വെച്ചിട്ട് അങ്ങനെ ചെറിയ രീതിയിൽ എനിക്ക് അങ്ങനെ തോന്നും. പിന്നെ ഒന്നും കയ്യിലെ കാശില്ലാത്തപ്പോ ഞാൻ കർത്താവിനോട് പറയും എനിക്ക് ഇത് ചെയ്യണം. ഇപ്പൊ ഏതെങ്കിലും തരത്തിലേക്ക് കാശ് നേരം, പക്ഷെ ഞാൻ ആരുടെ മുമ്പിൽ കൈ നീട്ടേണ്ടി വന്നിട്ടില്ല. അപ്പൊ നല്ലൊരു കാശൊക്കെ ആവൂലേ? അപ്പൊ ഞാൻ വെച്ചാ ആവും. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കത് ഓർത്ത് എനിക്ക് വിഷമമൊന്നുമില്ല. കാരണം എന്റെ ജീവിതത്തിൽ ഒരുപാട് ദൈവം സഹായിക്കുന്നുണ്ടല്ലോ. അപ്പൊ എനിക്ക് ജീവിച്ചിരിക്കുമ്പോഴേ എനിക്കും ദൈവത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റൂ. അപ്പൊ എനിക്കതിന് വിഷമമൊന്നുമില്ല. എന്താണ് തിരിച്ച് റിട്ടേൺ കിട്ടാറുണ്ടോന്ന് വെച്ചപ്പോ റിട്ടേൺ ഒന്നും കിട്ടിയിട്ടൊന്നുമില്ല. പക്ഷെ കർത്താവാണ് എന്റെ ഓഹരി എന്ന് പറഞ്ഞ പോലെ എനിക്ക് ഒത്തിരി കാര്യങ്ങൾ എനിക്ക് തൃപ്തിയായിട്ട് തോന്നുന്നത് എന്താണോ അത് ഞാൻ ചെയ്യും. അപ്പൊ ഇന്നലെ എനിക്കൊരു ആരാധനയുടെ പാട്ട് കിട്ടി. അപ്പൊ ഞാൻ അവിചാരിതമായിട്ട് സാറിനെ വിളിച്ചപ്പോ സാറ് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ എന്റെ ജീവിതത്തിൽ എനിക്ക് ദൈവം എന്തോരം അനുഗ്രഹമാണ്. ഒരുപാട് പാട്ടുകള് ഒരു കാശ് പോലും ഇല്ലാതെ എനിക്ക് സ്വന്തം, ഇപ്പൊ നമ്മളിപ്പോ ഒരു പാട്ട് എഴുതിയെന്ന് വിചാരിച്ചാൽ അത് ആരും ശ്രദ്ധിക്കണമെന്നില്ല, അത് ട്യൂൺ ചെയ്തെന്ന് വിചാരിച്ചാൽ ആരും ശ്രദ്ധിക്കണമെന്നില്ല.
അതിന് പ്രൊഡ്യൂസർ വേണം, അതിനു വേണ്ടി അധ്വാനിക്കാൻ ആള് വേണം. പക്ഷെ എന്റെ ജീവിതത്തിൽ ഇങ്ങനത്തെ ഒരു ആൾക്കാരെ ഒന്നും ദൈവം അനുവദിച്ച സമയത്ത് രണ്ടു മൂന്ന് വർക്കൊക്കെ ചെയ്യുമ്പോ ചെയ്തപ്പോ എനിക്ക് കിട്ടിയിട്ടുണ്ടെന്നല്ലാതെ ബാക്കി ഒരു കാര്യത്തിലും ഞാൻ അതിൽ പക്ഷെ വളരെ ക്രെഡിറ്റ്ഫുൾ ആണ്. കാരണം എന്റെ കാര്യത്തിൽ ആരും വന്നിട്ട് ഞാൻ ചെയ്തതാണ് അല്ലെങ്കിൽ എനിക്ക് എന്റെ കാര്യത്തിൽ അധികാരം എന്ന് പറയാനായിട്ട് ആരും ഇല്ല. കാരണം ആരും ദൈവം അനുവദിക്കില്ല. കാരണം എന്റെ പാട്ട് ഒരാൾക്ക് കൊടുക്കാൻ പോലും ദൈവം അനുവദിച്ചിട്ടില്ല. പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഞാൻ പ്രാർത്ഥിക്കട്ടെ, ചോദിക്കട്ടെ, കർത്താവ് എന്താ പറയണേ നോക്കട്ടെ, എന്നിട്ട് ഞാൻ ആലോചിക്കാന്നൊക്കെ പറഞ്ഞ് ഞാൻ അത് മാറും. അപ്പോ നമ്മുടെ കയ്യിലുള്ളത് ഇപ്പൊ നമ്മുടെ കയ്യിലുള്ളത് കർത്താവ് എങ്ങനെ ഉപയോഗിക്കണം നമുക്ക് ദൈവം തന്നിരിക്കുന്നതിന് ദൈവത്തിന് കൃത്യമായിട്ട് ഉപയോഗിക്കാൻ അറിയാം. അപ്പോ നമ്മൾ അതോർത്ത് വിഷമിക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ എങ്ങനെ ജീവിക്കണോന്ന് ദൈവത്തിന് നന്നായിട്ട് അറിയും. പക്ഷെ ഞാൻ ദൈവത്തോട് ചേർന്നിരുന്നാൽ മാത്രമേ ആ റൂട്ട് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റൂ. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ സ്വാതന്ത്ര്യ ബുദ്ധിയിൽ നമ്മൾ ചിന്തിച്ച് നമ്മുടെ ഇഷ്ടമുള്ള അവസാനം കയ്യിലിരിക്കണ മുഴുവൻ പോവുകയും ചെയ്യും. ഒരുപാട് വിഷമവും വേദനയും നിന്നലും എന്തൊരു മനുഷ്യരാണ് അങ്ങനത്തെ സാധനങ്ങൾ കൂടി പോകുന്നത്. പക്ഷെ എനിക്ക് വളരെ കംഫർട്ടായിട്ട് തോന്നിയേക്കണത് ഞാൻ എന്ത് കാര്യം ചെയ്യുമ്പോഴും ചെറുതായാലും വലുതായാലും ഇപ്പൊ ഒരു ആളെ ഒരു ഡോക്ടറിനെ കാണുമെങ്കിൽ പോലും ഞാൻ പൊയ്ക്കോട്ടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പോകാതിരിക്കാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിലും ഞാൻ ദൈവത്തോട് ചോദിക്കും. അപ്പോ ദൈവം പോകാനുള്ള എന്തെങ്കിലും ഒരു ചെറിയൊരു ചലനം ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് പോകാനുള്ള ഒരു മനസ്സുണ്ടാവുള്ളൂ. അത്രമാത്രം വലിയൊരു ചിന്ത നമുക്ക് എല്ലാവരും, എന്നെ സൃഷ്ടിച്ചത് നമ്മളെല്ലാവരും സൃഷ്ടിച്ചത് ദൈവം തന്നെ. ഞാൻ വലിയൊരു വിശുദ്ധ ജീവിതം നയിക്കുന്ന ആളൊന്നുമല്ല. സാധാരണ പാപത്തിനൊരു കുറവുമില്ലാതെ ഒരു സുഹൃത ജീവിതത്തിലൊന്നുമല്ല ജീവിക്കുന്നത്. ഞാൻ എന്റെ ഒരു ജീവിത മേഖലകളിൽ എനിക്ക് ഇത്ര കോൺഫിഡൻസ് വരാൻ കാര്യം എന്ത് കാര്യത്തിലും ഞാൻ ദൈവത്തോട് ഒരു കമ്മ്യൂണിക്കേഷൻ ചെയ്തതിന് ശേഷമാണ് അടുത്ത തീരുമാനം. ഞാനിപ്പോ 2 ദിവസമായിട്ട് ഞാനൊരു സ്ഥലത്ത് പോകാൻ ഇങ്ങനെ കർത്താവിനോട് ചോദിക്കുന്നു. അപ്പം കർത്താവ് അതിന് അനുവാദം തരുന്നില്ല. കർത്താവ് പറയണത് നിന്റെ ഉത്കണ്ഠകളെല്ലാം ദൈവത്തെ ഏൽപ്പിക്കും. കർത്താവ് നിന്റെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. ഞാൻ ഇന്നലെയും ചോദിച്ചപ്പോ ഇന്നലെ പിന്നെ ഞാൻ ചോദിച്ചപ്പോ വേറെ വചനം പോകണ്ട എന്നുള്ള രീതിയിലുള്ള ഒരു വചനം തുടങ്ങി. ഞാൻ ഇന്നലെ ചോദിച്ചപ്പോ കർത്താവ് പറഞ്ഞത് നിന്റെ ഉത്കണ്ഠകളെല്ലാം കർത്താവിനെ ഏൽപ്പിക്കും. പിന്നെയും പറയണത് കർത്താവ് നിന്റെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. അപ്പൊ ഞാൻ ശരി ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ കാര്യം ഒഴിവാക്കി. ഇനി നാളെയും ചോദിച്ചാൽ കർത്താവ് വേറെ എന്തെങ്കിലും പറഞ്ഞ നാളെ ചിലപ്പോ ചോദിച്ചാൽ കർത്താവ് പറയും നീ പൊയ്ക്കോ എന്ന് പറയുന്ന രീതിയിലുള്ള വചനമാണെങ്കിൽ ഞാൻ പോകും. അപ്പൊ അങ്ങനെ നമ്മുടെ അതിപ്പോ നാട്ടുകാരും വീട്ടുകാരും അറിയിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് ഞാനും എന്റെ സൃഷ്ടാവും. ഇപ്പൊ നമുക്ക് ഭാര്യയും ഭർത്താവും തമ്മിലൊരു ലയനമുള്ള പോലെ നമുക്ക് കർത്താവുമായിട്ട് നമുക്കൊരു അതുപോലത്തെ ഒരു അവസ്ഥയല്ല. അത് നമുക്ക് ഉള്ളിൽ നിന്ന് സ്വാതന്ത്ര്യത്തോടു കൂടെ വരുന്ന ഒരു ഇപ്പൊ നമ്മളുടെ ഭർത്താവ് നമ്മൾ എത്രമാത്രം സ്നേഹിച്ചാലും ഇല്ലെങ്കിലും നമുക്ക് ദൈവവുമായിട്ടുള്ള ഒരു സ്നേഹബന്ധം നിലനിർത്തുന്നതിന് ആരുടെയും അനുവാദമൊന്നും വേണ്ട. അല്ലേ? വേണോ? വേണ്ട. കാരണം അത് ഇപ്പൊ അതില് വരുന്ന വിഷമങ്ങളും വേദനകളും എല്ലാം സഹിക്കാൻ നമുക്കുള്ള ശക്തിയുണ്ട്. ഒരു ചേച്ചി എന്നോട് പറഞ്ഞിട്ടുണ്ട്, വാട്സപ്പ് ദൈവം എന്ന് പറഞ്ഞ് എന്റെ ഭർത്താവ് എന്നെ കളിയാക്കും. വാട്സപ്പ് ഗ്രൂപ്പൊക്കെ പ്രെയർ ഗ്രൂപ്പായിട്ടുള്ളതിലൊക്കെ ഉള്ളത് കൊണ്ട് അതും പറഞ്ഞ് കളിയാക്കുന്ന ഒരു ഭർത്താവാണ് ഞാൻ. പിന്നെ എങ്ങനെയാണ് പ്രയറിനൊക്കെ വരണത്? വീട്ടില് ഭയങ്കര പ്രശ്നവും വിഷമവും ആണ്. ഇതൊക്കെ പറഞ്ഞിങ്ങനെ ആഗ്രഹമുണ്ട്. പക്ഷെ വരാൻ പറ്റുന്നില്ല, പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, വിഷമമാണ്. പക്ഷെ അവരെ സംബന്ധിച്ച് അതിൽ നിൽക്കുന്നു. പ്രാർത്ഥിക്കാനുള്ളിലുള്ള ഒരു ദൈവിക ചിന്തയും വിചാരത്തോടു കൂടെ അതവരുടെ ആ സഹനമാണ് അവരുടെ പ്രാർത്ഥന. അല്ലെ? നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും പ്രാർത്ഥനയാക്കി മാറ്റാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പക്ഷെ എല്ലാ സഹനങ്ങളും പ്രാർത്ഥനയാക്കി മാറ്റും. നമ്മളിപ്പോ നമ്മുടെ ജീവിതം വളരെ സക്സസ്ഫുൾ ആണ്, അല്ലെങ്കിൽ നമ്മൾ വളരെ സ്മൂത്ത് ആയിട്ട് ഒരു കുഴപ്പമില്ല, ഇരുന്ന് ജീവിക്കുന്ന ജീവിതത്തിൽ നിന്നൊരു കുറച്ചും കൂടി ഉയർന്ന തലത്തിലേക്ക് ചിന്തിക്കാനുള്ള ഒരു തടസ്സം ഉണ്ടാവും. കാരണം നമുക്ക് പ്രശ്നമില്ല, പ്രതിസന്ധിയില്ല. വെറുതെ ഒരു നേരം പോക്കിന് വേണ്ടി നമുക്ക് സമയം ഒത്തിരി ഉള്ളത് കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് കേറി പോകാൻ ഭയങ്കര പ്രയാസമാണ്. നമുക്കൊന്നും അറിയില്ല, എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ തലയിലോട്ടൊന്നും കേറില്ല. കാരണം നമുക്ക് വിഷമമില്ല, വേദനയില്ല, ബുദ്ധിമുട്ടില്ല. വിഷമവും വേദനയൊക്കെ വരുന്ന ഒരാളെ സംബന്ധിച്ച് ഇങ്ങനെ ഇടിച്ചു പൊളിച്ച്
പ്രായവും നമ്മുടെ പ്രശ്നമല്ല അല്ലെ. കർത്താവിന്റെ അങ്ങനെയാണ് നമ്മുടെ മുമ്പില് ഈ കാർലോ അക്കിറ്റിസും അഞ്ജന മോളൊക്കെ കേറി പോയത് അല്ലെ. നമ്മളെക്കാൾ എത്രയോ പ്രായം കുറഞ്ഞ മക്കളാണ് അല്ലെ. നമ്മളെക്കാൾ എത്രയോ അറിവും ജ്ഞാനവും ഉള്ള മക്കളാണ് അവര് അല്ലെ. നമ്മളെക്കാൾ എത്രയോ ഉന്നതമായ ചിന്തയോടുകൂടെ ജീവിച്ച മക്കളാണ് അവര് ദൈവകൃപയുടെ മുമ്പില് എത്രമാത്രം കഠിനമായ വേദനകളും സന്തോഷത്തോടുകൂടെ ദൈവസന്നിധിയിലായിരുന്നു ജീവിച്ച മക്കള്. അഞ്ജനയും കാർലോ ഒക്കെ ആയിരിക്കുന്ന സമയത്ത് തന്നെ പല രാജ്യങ്ങളിലും പല മക്കളും പല അപകടങ്ങളിലും പല അവസ്ഥകളിലൊക്കെ മരിച്ചിട്ടുണ്ട്. നമുക്കിപ്പോ അറിയപ്പെടുന്നത് ഈ രണ്ടൊരു വ്യക്തിത്വം നമുക്ക് പേഴ്സണലി അറിയാവുന്നതുകൊണ്ടും ഒന്ന് നമ്മുടെ കേരളത്തിലുള്ളത് കൊണ്ടും ഒന്ന് ഓൾ ഇൻ എന്താ വേൾഡ് ആയതുകൊണ്ടും നമുക്കൊരു അല്പം കൂടി വ്യക്തമായ ഒരു ചിന്തയുണ്ട്. കാരണം അക്കിറ്റിസ് ഇന്നും ജീവനോടുകൂടെ ഇരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ബോഡി ആയിരിക്കുന്നത് അല്ലേ. ലോകം ഇന്നും നോക്കിക്കാണാം. കാരണം ആ മകന്റെ അമ്മ ഇന്നും ജീവിച്ചിരിപ്പുണ്ട് അല്ലേ. അപ്പൊ അതൊക്കെ ഒരു വലിയൊരു ബ്ലെസ്സിങ് ആണ്. അപ്പൊ നമ്മളുടെ ജീവിതത്തില് ഈശോയിലേക്ക് നോക്കാതെ വേറെ എന്തെങ്കിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരം എന്താ പറ്റും, വലിയൊരു ദാരുണമായ അപകടത്തിലേക്ക് പോകാൻ സാധിക്കും. പക്ഷെ അമ്മയുടെ ജീവിതത്തിൽ ദാരുണമായ സങ്കടങ്ങളും വേദനകളും ഒക്കെ ഉണ്ടായിരുന്ന കാലത്ത് തന്നെയാണ് ജീവിച്ചതെങ്കിലും എന്ത് പറ്റി, അമ്മയുടെ ചിന്തകളിലും പ്രവൃത്തികളിലും എല്ലാ കാര്യങ്ങളിലും വ്യക്തമായ ധാരണയോടുകൂടെ പുരുഷോളം ഉയരാനായിട്ട്, പുരുഷന്റെ പറ്റ ചേർന്നിരിക്കാൻ, പുരുഷന്റെ ചുവട്ടിലായിരിക്കുവാൻ, പുരുഷന്റെ കൂടെ നടക്കാനും കുരിശോടുകൂടെ ഈശോയോടുകൂടെ സഞ്ചരിക്കുവാനൊക്കെ സാധിച്ചു. അത് ഒരു മാനുഷികമായ ചിന്തകളിൽ നമുക്കിതൊന്നും അങ്ങോട്ട് വ്യക്തമായൊരു എന്താ വെളിച്ചം നമുക്ക് കിട്ടാത്തതുകൊണ്ടാണ് നമ്മള് ഇങ്ങനെ വായിച്ചും കേട്ടും അറിഞ്ഞൊക്കെ പോണത്. പക്ഷെ ഇതിന്റെ ആഴമായ ചിന്തകളിലേക്കൊക്കെ പോകണമെങ്കിൽ എനിക്ക് തോന്നുന്നത് നമ്മളൊക്കെ മരിക്കണം. എന്നാലേ ആഴമായ ചിന്തകള് നമ്മള് ഇതിന്റെ ഉള്ളില് ദൈവീകമായ കൃപകൾ നിറഞ്ഞിട്ടുണ്ടായി. നമ്മളിപ്പോ പുരുഷന്റെ വഴി പ്രാർത്ഥിക്കും, നമുക്ക് അത്ര അങ്ങോട്ട് സങ്കടവും വേദനയൊന്നും വരാറില്ല അല്ലെ. അതുപോലെ പരിശുദ്ധ കുർബാനയിലായിരിക്കുന്ന കണ്ണുനീരൊഴുക്കി നമ്മളെന്നും പ്രാർത്ഥിക്കാറുണ്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കാൻ വേണ്ടി. പക്ഷെ അവിടെ സംഭവിച്ചിരിക്കുന്നത് എന്താണ്, നമ്മുടെ നാഥനായ ദൈവം മുറിയപ്പെടുന്നു, വിഭജിക്കുന്നു, വെച്ച് വിളമ്പി നമുക്ക് ഭക്ഷണമായി തരുന്നു. ഇതൊക്കെ നമ്മുടെ ഹൃദയം കൊണ്ട് ചിന്തിക്കാത്തതുകൊണ്ട് നമ്മുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീര് പോലും വരാതെ ആണ് കടന്നു പോകുന്നത്. അപ്പം ശരിക്കും നമ്മുടെ ഫോക്കസ് തെറ്റുന്നതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു മാധുര്യം, നമുക്ക് ജീവിതത്തിന്റെ അനുഗ്രഹത്തിന്റെ അവകാശികളുടെ വക്താക്കളാണ് എന്ന് നമുക്ക് വ്യക്തിപരമായിട്ട് നമുക്കറിയാൻ പറ്റാത്തത്. നമുക്ക് പ്രത്യേകമായിട്ട് വചനം പറയാൻ വേണ്ടിയല്ലേ പെട്ടെന്ന് പറയാണ്, കുഞ്ഞുമക്കളെ വാക്കിലും സംസാരത്തിലുമല്ല നാം സ്നേഹിക്കേണ്ടത്, പ്രവൃത്തിയിലും സത്യത്തിലുമാണ്. ഇത് ആരെ സ്നേഹിക്കുന്ന കാര്യമാണ്? കുഞ്ഞുമക്കളെ വാക്കിലും സംസാരം, യോഹന്നാൻ 3:18. കുഞ്ഞുമക്കളെ വാക്കിലും സംസാരത്തിലുമല്ല നാം സ്നേഹിക്കേണ്ടത്, പ്രവൃത്തിയിലും സത്യത്തിലുമാണ്. ഇത് യഥാർത്ഥത്തില് എന്തിനെ കുറിച്ചാണ് പറയുന്നത്? ദൈവത്തെ കുറിച്ച് തന്നെയാണ് അല്ലെ. നമ്മൾ എല്ലാ വചനവും ചേർത്ത് വെച്ച് നോക്കുമ്പോൾ ഫോക്കസ് ചെയ്യുന്നത് ദൈവമാകുന്ന സത്യത്തെ കുറിച്ചാണ് അല്ലെ. നമ്മള് ദൈവത്തെ കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇപ്പൊ സുവിശേഷം പ്രസംഗിച്ച് ഒത്തിരി വചനങ്ങൾ പടപടാന്ന് പറയുന്ന വ്യക്തികളുണ്ട്. പക്ഷെ ഞാനിപ്പോ ഒരു വലിയൊരു മിനിസ്ട്രിയാണ്. മിനിസ്ട്രി എന്ന് വെച്ചാല് വലിയൊരു സംഭവമാണ്, നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള. പക്ഷെ ഞാൻ പലതരത്തിലും അവരെ സ്വാധീനിച്ച് നമ്മൾ ഒന്ന് ആഗ്രഹിച്ച് ചെല്ലണല്ല, എന്തായിരിക്കും അവരുടെ ആറ്റിറ്റ്യൂഡ് എന്തായിരിക്കും എന്നുള്ള ഒരു കാര്യത്തെ ചിന്തിച്ചുകൊണ്ടാണ് ഞാനിങ്ങനെ അവരുമായിട്ടൊരു സഹായം എന്ന് പറയാൻ പറ്റില്ല, അവരെന്ത് മനോഭാവത്തിലാണ് നമ്മളെ നോക്കി കാണുന്നത് എന്നുള്ളത്. പക്ഷെ പീലാത്തോസ് കൈയൊഴുകി കളയുന്നത് പോലത്തെ ഒരു മനോഗതി പോലെ എനിക്ക് തോന്നി. കാരണം ഇപ്പൊ നമ്മളെ സഹായിക്കാനായിട്ട് ഈ ലോകത്ത് ഒത്തിരി മനുഷ്യരെ ദൈവം നിലനിർത്തിയിട്ടുണ്ട് അല്ലെ. ഇപ്പൊ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ വേർഡ് ഓഫ് ഗോഡ് റെക്കോർഡ് ചെയ്യുന്ന ഫയല് ഷെയർ ചെയ്തപ്പോ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ആലോചിക്കായിരുന്നു, ഇതിങ്ങനെ എന്റെ വാട്സപ്പ് ഒരുപാട് അങ്ങോട്ട് നിറഞ്ഞ്. കാരണം ഒരു ദിവസം 80 പേർക്കാണ് ഞാനത് ഷെയർ ചെയ്യുന്നത്, ഒരൊറ്റ ഗ്രൂപ്പ് വഴി, ബ്രോഡ്കാസ്റ്റ് ഗ്രൂപ്പ് വഴി.
അപ്പോ അവർക്ക് പേഴ്സണലായിട്ട് വീഴുമ്പോ എനിക്ക് അത്രയും മെസ്സേജുകൾ കയറി വരും. അപ്പൊ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ റിമൈൻഡ് ചെയ്യും. നിങ്ങൾ ചിലവര് വിട്ടുകളയുന്നവരുണ്ടാവും, ചിലവര് കേൾക്കുന്നവരുണ്ടാവും, ചിലവര് ശ്രദ്ധിച്ച് ആഗ്രഹിച്ച് കേൾക്കുന്നവരും ഉണ്ടാവും, ചിലവര് പിന്നെ കേൾക്കാന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്തിട്ടിരിക്കുന്നവരുണ്ട്. അപ്പൊ ഞാൻ ഒരു 5-6 മാസമൊക്കെ എത്തി ഞാനിങ്ങനെ എന്താണ് കേൾക്കാറുണ്ടോ എന്നൊക്കെ പറഞ്ഞ് ഇപ്പൊ ഇങ്ങനെ ഇടും. അപ്പൊ ഇന്നലെ അല്ല 2 ദിവസത്തിന് മുമ്പ് ഞാൻ ആ ഒരു കാര്യം ഇട്ടിട്ട് ഒരാള് റെസ്പോണ്ട് ചെയ്തില്ല. അപ്പൊ ഞാൻ അവിചാരിതമായ ആ വ്യക്തിയുടെ വാട്സപ്പിൽ കയറേണ്ടി ഒരവസരം വന്നു. അപ്പൊ ഞാൻ ചോദിച്ചു ആർ യു ഫൈൻ എന്ന് ചോദിച്ചപ്പോഴേക്കും പുള്ളിക്കാരത്തി ഭയങ്കര വിഷമത്തോടെ കുറച്ച് മെസ്സേജ് ഇട്ട്, ഹസ്ബൻഡ് ഹോസ്പിറ്റലിലാണ്, ഞാൻ നവംബർ തുടങ്ങി ഹോസ്പിറ്റലിലാണ്, മോന് അച്ഛനാകാൻ പഠിക്കാൻ പോയേക്കാണ്, മോള് പഠിച്ചോണ്ടിരിക്കുകയാണ്, കുഞ്ഞു കൊച്ചാണ്, 6ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. അപ്പൊ വീട്ടില് ഞങ്ങളില്ല, ഹസ്ബൻഡ് ഒരു ഓപ്പറേഷനും പിന്നെ ഷുഗറൊക്കെ കൂടി കാല് മുറിച്ചു, വിരല് മുറിച്ചു, അങ്ങനെ കുറെ രോഗാവസ്ഥകൾ കൂടി പോവാണ് സോഫി. ഞാൻ ഒട്ടും ഇതല്ല, പ്രാർത്ഥിക്കണം. ഞാൻ അങ്ങനെ എന്റെ കാലില് എന്റെ ഇടയ്ക്ക് വണ്ടി കയറിയിട്ട് എന്റെ വിരല് ചതഞ്ഞു, അങ്ങനെ കുറച്ച് വിഷമങ്ങളൊക്കെ പറഞ്ഞു. ഞാനിപ്പോ കേട്ടപ്പോ ഞാൻ ഓർക്കാണ്, നമ്മളൊരു കാര്യം നമ്മളുടെ ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മളൊരു മെസ്സേജ് ഇടുന്നതെങ്കിലും ഒരു 80 പേർക്കും ഞാൻ മെസ്സേജ് പോയിട്ടുണ്ടെങ്കിലും ചില വ്യക്തികളുടെ ജീവിതങ്ങൾ ഒന്ന് നമുക്ക് അറിയാനായിട്ടുള്ള ഒരു അവസരം കൂടിയാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു ദൈവമേ അങ്ങനെ ഇടണ്ടായിരുന്നു. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വട്ട് തോന്നി, ഞാൻ പറയും നിങ്ങൾ കേൾക്കാറുണ്ടോ, കേൾക്കണേ എന്നൊക്കെ ചോദിച്ചൊക്കെ മെസ്സേജ് ഇടും. പക്ഷെ എനിക്കത് എല്ലാ തിന്മയും നന്മയാക്കി മാറ്റുവാൻ സാധിക്കുന്ന ഒരു ദൈവത്തിന്റെ ആ മുഖം പലപ്പോഴും ഇങ്ങനെ എന്റെ പൊട്ട ബുദ്ധികൾ കൂടി ചെയ്യുന്ന ഓരോ പ്രവൃത്തി കൂടി എനിക്ക് ചിലപ്പോ അവരുടെ വിഷമങ്ങൾ എന്നോട് പറയുമ്പോൾ എനിക്ക് എന്തെങ്കിലും സഹായം ചെയ്തു കൊടുക്കാനുള്ള ഒരു അവസരം അതിൽ കൂടി കിട്ടാറുണ്ട്. അപ്പം അങ്ങനെ ഞാൻ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചപ്പോഴേക്കും ഇത്രയും രോഗാവസ്ഥയൊക്കെയാണ്, ഭർത്താവിന് ദൈവസ്നേഹത്തിലോടൊന്നും വന്നല്ലോ, കുമ്പസാരിക്കുന്നില്ല, ഒരു ഭയങ്കര മദ്യപിക്കുമായിരുന്നു, നന്നായിട്ട് മദ്യപിക്കുമായിരുന്നു. അതുകൊണ്ട് ഈ ഷുഗറൊക്കെ പ്രശ്നമായി, വിരൽ മുറിച്ചു, പിന്നെ ഹാർട്ടിന്റെ പ്രശ്നം, അങ്ങനെ കുറെ പ്രോബ്ലംസ്. അപ്പൊ ഞാൻ വെച്ചാൽ എങ്ങനെ ജീവിക്കുന്നത്, ഇപ്പൊ എല്ലാം ബിസിനസ് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, അപ്പൊ എല്ലാം ബ്ലോക്കായി, ഇപ്പൊ ഒന്നുമില്ല, എല്ലാം വട്ടപൂജ്യത്തിൽ ഞാൻ നിൽക്കുകയാണ്. അപ്പൊ ഞാൻ വെച്ചാൽ എങ്ങനെ ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു, ആരെങ്കിലുമൊക്കെ സഹായിക്കും, പള്ളിയിൽ നിന്നൊക്കെ സഹായിക്കും, അല്ലാതെ എന്തെങ്ങനെ വേറെ ആരൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ വലിയ വിഷമത്തിൽ പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്നാ ഒരു മെസ്സേജ് എനിക്ക് കിട്ടില്ലല്ലോ എന്ന് ചോദിച്ചപ്പോ ഞാൻ കുറച്ച് ഹോസ്പിറ്റലില് അഡ്മിറ്റ് ആയ നവംബർ മാസത്തില് ഒരു മെസ്സേജ് ഇട്ടായിരുന്നു. ഞാൻ പറഞ്ഞു ഇത്രയും നാളായില്ലേ, ഞാൻ വിചാരിച്ചത് ഹീലിംഗ് ഒക്കെ ആയി, ഇപ്പൊ നവംബർ ഡിസംബർ ജനുവരി ആയില്ലേ, അപ്പൊ ഇത്രയും ദിവസമൊക്കെ ആയപ്പോ ഞാൻ വിചാരിച്ചത് ഹീലായിട്ടുണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പിന്നെ അന്നേരം പ്രാർത്ഥനയിൽ ഓർത്തായിരുന്നു, പിന്നെ ഞാനത് വിട്ടുപോയി. പക്ഷെ ഇപ്പൊ ഇത്രയും ദുരിതാവസ്ഥയിലായിട്ട് പോലും എനിക്കൊരു മെസ്സേജ് ഇട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ ഞാൻ ഈ വേർഡ് ഓഫ് ഗോഡ് കേൾക്കുന്നില്ലേ എന്ന് ചോദിച്ചുകൊണ്ടുള്ള ഒരു മെസ്സേജ് എല്ലാവർക്കും ഇട്ടതിന്റെ കൂട്ടത്തിൽ ഈ വ്യക്തിക്കും വന്നപ്പോഴാണ് എനിക്ക് കേൾക്കാൻ നേരമില്ല സോഫി, ഞാൻ ഓട്ടമാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എന്റെ ഒരു ഇത് പറയാണ്, നമ്മള് കുറെ പേര്, ഇപ്പൊ ഞാനിപ്പോ ഒരു കാര്യം പറയുമ്പോ എല്ലാവരും ഒരേ വ്യൂവിന് കൂടി എടുക്കണമെന്നില്ല. പക്ഷെ അതിൽ ഏതെങ്കിലും ഒരാൾക്ക് അവരുടെ ജീവിതവുമായിട്ടൊരു കണക്ഷൻ വന്നു കഴിഞ്ഞാൽ അവർക്കൊരു ആശ്വാസമായി, ദൈവത്തിന്റെ ഒരു ശബ്ദമായും സ്നേഹമായും കരുണയായൊക്കെ അനുഭവിക്കാൻ സാധിക്കും. അപ്പൊ എനിക്ക് ഭയങ്കര സങ്കടം വന്നു. ഞാനപ്പോ തന്നെ അതിന് എന്നെ കൊണ്ട് സാധിക്കുന്ന രീതിയിൽ ഒരു ചെറിയൊരു സഹായം ചെയ്തു കൊടുത്തു. അപ്പൊ കാരണം ആ കറക്റ്റ് സമയത്ത് ഞാൻ ആ മെസ്സേജ് ഇട്ടില്ലായിരുന്നു എങ്കിൽ ശരിക്കും പറഞ്ഞാൽ എനിക്ക് തന്നെ ഒരു വലിയൊരു നഷ്ടമായി തോന്നി. നമ്മൾ അറിയാതെയൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ പൊട്ടത്തരമാണ് കാണിക്കണമെന്ന് വിചാരിച്ചിരുന്നാൽ പോലും, ഞാൻ പലപ്പോഴും പൊട്ടത്തരമാണ് കാണിക്കണത്, നീ ആരോട് വെച്ചിട്ട് ഇതൊക്കെ ചെയ്യണമെന്ന് ഞാൻ എന്നോട് തന്നെ ഞാൻ ചോദിക്കുന്ന സമയത്തും ദൈവം ഒരാളെ കണ്ടിട്ടായിരിക്കും ഈ പൊട്ടത്തരം ചെയ്യാൻ ദൈവം എന്നെ സഹായിക്കുന്നത്. അങ്ങനെ പൊട്ടത്തരം ചെയ്തിട്ട് അങ്ങനെ കുറച്ചു പേര് എന്നോട് കുറച്ച് വിഷമമൊക്കെ പറഞ്ഞെങ്കിലും വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു വിഷമത്തിൽ കൂടി പോകുന്ന ഈ വ്യക്തിയെ എനിക്ക് സഹായിച്ചു എന്ന് പറയാൻ വേണ്ടിയല്ല, ഈ ഒരു കാര്യം പറയാൻ വേണ്ടി. കാരണം ഈ വചനം കുഞ്ഞു മക്കളെ വാക്കിലും സംസാരത്തിലുമല്ല നാം സ്നേഹിക്കേണ്ടത്, പ്രവൃത്തിയിൽ സത്യത്തിലുമാണ്. അവരുടെ ആ മോളെ അവര് കോൺവെന്റിൽ നിർത്തിയേക്കാം. അവിടെ 6ാം ക്ലാസ്സിൽ പഠിക്കണ കുട്ടീനെ കോൺവെന്റ് എടുക്കില്ല, കാരണം അത്
ഈ പ്രായം അനുസരിച്ച് ആ കൊച്ചിനെ എടുക്കാൻ പറ്റില്ല. പക്ഷെ അവർക്ക് ഒരു പരിചയത്തിന് പുറത്ത് ആ കുഞ്ഞിനെ അവിടെ പഠിക്കാൻ നിർത്തിയതാണ്. അവര് സിസ്റ്റർ പറഞ്ഞു, ഇങ്ങനെ നീ ഓട്ടോ അല്ലേ, പെങ്കൊച്ചല്ലേ, ഇവിടെ നോക്കണ്ടേ എന്ന് പറഞ്ഞ് അവര് അവിടെ നിർത്തിയേക്കണം. ആ കൊച്ചാണെങ്കിൽ സെമിനാരി പോയേക്കാണ്. ആരുമില്ല, സഹായിക്കാൻ ഒരു മനുഷ്യനില്ല. ആരുടെയെങ്കിലും ഒക്കെ സഹായങ്ങൾ കൊണ്ട് കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. അപ്പൊ ഞാൻ ഓർത്ത് ഈ ന്യൂ ഇയറിൽ കിട്ടിയ ഒരു ഗിഫ്റ്റാണ് എനിക്ക് അന്നേരം തോന്നിയത്. കാരണം ഒരു സഹായം സമയത്ത് എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഈ പ്രസംഗമോ പ്രവൃത്തിയോ പ്രാർത്ഥനയ്ക്കോ അപ്പുറമാണ് നമ്മുടെ ആ കാര്യം. അപ്പോ ഈശോ ഈ വചനം നമ്മളുടെ ഓരോ ജീവിതങ്ങളെയും സഹായിക്കട്ടെ. കാരണം നമ്മുടെ സമയം സാഹചര്യവും നമുക്ക് ചിലപ്പോ ഒട്ടും തന്നെ കൃത്യമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. പക്ഷെ കർത്താവ് ചോദിക്കും, നിന്റെ മുമ്പില് കൈനീട്ടി വന്നല്ലോ, നിനക്ക് എന്ത് ചെയ്യാൻ പറ്റി? അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ഇങ്ങനെ ഓർത്തു, പ്രാർത്ഥിച്ചാലും അതിപ്പോ ഞാൻ ചെയ്തു കൊടുക്കാൻ എനിക്ക് എന്തെങ്കിലും സാധിക്കുന്നുണ്ടെങ്കിൽ, അത് ചെയ്തു കൊടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ആ വ്യക്തിക്ക് ഒരു സഹായമോ, ഞാൻ പ്രാർത്ഥിക്കാന്ന് പറഞ്ഞ ഒരു സഹായം ആണെങ്കിൽ പോലും എന്തെങ്കിലും പ്രവർത്തിക്കാതെ ഞാൻ പ്രാർത്ഥിക്കാന്ന് പറഞ്ഞ് ഞാൻ കൈയൊഴിഞ്ഞു മാറുന്നത് ഒരു പീലാത്തോസിനെ പോലെ കൈ കഴുകി മാറുന്ന ഒരു അവസ്ഥയാവൂലേ കർത്താവേ, എന്നെ എങ്ങനെ സഹായിക്കണമെന്ന് വിചാരിച്ച് എന്നെ കൊണ്ട് അന്നേരം സാധിച്ച പോലെ ഞാൻ ചെയ്യാനുണ്ട്. കൃപ ദൈവം തന്നു. അപ്പൊ ഞാൻ പറഞ്ഞിട്ട് നമ്മുടെ ഓരോരുത്തരുടെ ജീവിതം, ഇപ്പൊ എന്റെ ജീവിതം പോലെ സാഹചര്യം ആയിരിക്കുമല്ലോ നിങ്ങളുടെ ജീവിത സാഹചര്യം. അപ്പൊ ചിലപ്പോ ചില വ്യക്തികള്, വേദനകള്, സംഭവങ്ങള്, അങ്ങനെയുള്ള പല കാര്യങ്ങളിലേക്കും ദൈവം നമ്മളെ അറിഞ്ഞറിയാതെയൊക്കെ നമ്മൾ എത്തിക്കുമ്പോ തീർച്ചയായിട്ടും ദൈവം കാണുന്നുണ്ട്. കുഞ്ഞുമക്കളെ, നമ്മൾ പ്രാർത്ഥിക്കുന്നതിലും നമ്മൾ പ്രവർത്തിക്കുന്നതിലും ഒരു വ്യക്തത വേണം. എന്തിലാണ്? സത്യത്തിന്റെ ഒരു ദൈവം നമ്മളെ നോക്കുന്നുണ്ട്. ആ പ്രവൃത്തിയിൽ സ്നേഹമുണ്ടോ എന്ന് നോക്കുന്നുണ്ട്. നിനക്ക് നീതിയോടുകൂടെയാണോ നീ ആ കാര്യത്തെ ഏറ്റെടുത്തത്? നിന്റെ മനസാക്ഷിക്കനുസരിച്ചാണോ നീ പ്രാർത്ഥിക്കുന്നത് അല്ല പ്രവർത്തിക്കുന്നത് എന്നിങ്ങനെ ദൈവം ചോദിക്കുമ്പോ നമ്മൾക്ക് ഉത്തരം കൊടുക്കാൻ പറ്റാത്ത വിധം പൊട്ടന്മാരെ പോലെ നോക്കിയിരുന്ന കർത്താവ് പറയും, നിനക്ക് എന്തിനാ ബുദ്ധി തന്നത്, ബോധം തന്നത്, ചിന്ത തന്നത്, എന്നിട്ട് നിനക്ക് എന്തുകൊണ്ട് അതുപോലെ ഉപയോഗിക്കാൻ സാധിച്ചില്ല എന്നിങ്ങനെ നമ്മുടെ മനസ്സാക്ഷി കുറ്റപ്പെടുത്തുന്നു. അപ്പൊ അങ്ങനെ സാഹചര്യങ്ങൾ നമുക്ക് ചുറ്റും ഒത്തിരി ഉണ്ട്. ഇപ്പൊ ഞാൻ എന്റെ കാര്യം പറയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിന് ചുറ്റും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്, പ്രാർത്ഥന വഴിയും പ്രവർത്തന വഴി. പക്ഷെ എന്ത് ചെയ്യുന്നു എന്നുള്ളത് പ്രവർത്തിക്കുമ്പോ സത്യത്തിന്റെ സ്നേഹത്തോടു കൂടെ തന്നെ പ്രവർത്തിക്കാനുള്ള ഒരു ചിന്തയോട്, അല്ലെങ്കിൽ സത്യമില്ലാതെ, അല്ലെങ്കിൽ ദൈവവിചാരമില്ലാതെ, സത്യത്തിന്റെ ചിന്ത എന്ന് പറഞ്ഞാൽ ദൈവവിചാരമില്ലാത്ത ഒരു കാര്യം നമ്മൾ ചെയ്യാൻ ഉള്ളൊരു തീരുമാനം ഉണ്ടാകാതിരിക്കട്ടെ. നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ദൈവം വളരെ സ്നേഹത്തോടെ പറയുന്നതാണ്, കുഞ്ഞുമക്കളെ, വാക്കിലും സംസാരത്തിലുമല്ല നാം സ്നേഹിക്കേണ്ടത്, പ്രവൃത്തിയിലും സത്യത്തിലുമാണ്. അമ്മയോട് ചേർന്ന് നിന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ സാഹചര്യങ്ങളുടെ അനുകൂലവും, കർത്താവ് പറഞ്ഞില്ലേ, സാഹചര്യം അനുകൂലമാണെങ്കിലും പ്രതികൂലമാണെങ്കിലും വചനം പ്രസംഗിക്കുക. വചനം പ്രസംഗിക്കുക എന്ന് പറഞ്ഞാൽ ബൈബിൾ എടുത്ത് ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിക്കുക എന്നല്ല, ദൈവത്തെ കൊടുക്കുക. ദൈവത്തെ നീ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നീ സ്നേഹിക്കുന്ന ദൈവത്തെ കൊടുക്കുക. ആ ഒരു കൃപ അമ്മ വഴി ലോകം മുഴുവൻ ഇന്ന് കൊടുത്തുകൊണ്ടിരിക്കുന്നു. അമ്മയുടെ മക്കളായി നമുക്കും അത് ചെയ്യുവാനുള്ള കൃപ നൽകി അനുഗ്രഹിക്കണം എന്ന് പ്രാർത്ഥിക്കണം. ഈശോയുടെ തിരുഹൃദയത്തെ ഞങ്ങൾക്ക് സഹായം